Hello, good morning. നമുക്ക് ഇന്ന് പാസ്ചറൈസേഷൻ ടെക്നിക്ക് നോക്കാം. പാസ്ചറൈസേഷൻ is the process of heat treatment to inactivate enzymes and kill relatively heat sensitive microorganisms that cause spoilage with the minimal changes in sensor and nutritional properties of food. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇവിടെ മിനിമൽ ചേഞ്ചസ് ആണ് സെൻസറി വൈസ് ആയാലും ന്യൂട്രീഷണൽ വൈസ് ആയാലും വരുന്നത്. ഇവിടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു ഇനാക്ടിവേറ്റ് എൻസൈംസ് ആൻഡ് കിൽ റിലേറ്റീവ്ലി ഹീറ്റ് സെൻസിറ്റീവ് മൈക്രോ ഓർഗാനിസംസ്. അപ്പം പതോജനിക്കായിട്ടുള്ള അല്ലെങ്കിൽ സ്പോയിലേജ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കില്ല് ചെയ്ത് വിത്ത് മിനിമൽ ചേഞ്ചസ് ഇൻ സെൻസറി ആൻഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡ് അറ്റ് ലോ ടെമ്പറേച്ചർ, യൂഷ്വലി 4 degrees Celsius ഫോർ സെവറൽ ഡേയ്സ് ഓർ സെവറൽ മന്ത്സ് ഇൻ കേസ് ഓഫ് ബോട്ടിൽഡ് ഫ്രൂട്ട്. അപ്പോൾ ഈ പാസ്ചറൈസേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു 4 degree Celsiusലൊന്ന് റെഫ്രിജറേറ്റോടെ ചെയ്യാമെങ്കിൽ മിൽക്കിൻ്റെ കേസിൽ സെവറൽ ഡേയ്സും ഫ്രൂട്ട് ജ്യൂസസിൻ്റെ കേസസിലൊക്കെ സെവറൽ മന്ത്സും നമുക്ക് എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ മിനിമം ചേഞ്ചസ് ആണ് സെൻസറിയും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ വൈസും ഉള്ളത്. Pasteurization is a process in which certain packaged and non-packaged foods such as milk and fruit juice are treated with mild heat, usually less than 100 degrees Celsius or 212 degree Fahrenheit, to eliminate pathogens and thus extend the shelf life. നമ്മൾ ലെസ് ദാൻ 100 ഡിഗ്രി ഇതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഈ പാസ്ചറൈസേഷൻ എപ്പോഴും ലെസ് ദാൻ 100 degree Celsius. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് 100ഉം അതിൻ്റെ എബോവും വരുന്നതിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പാക്കേജ്ഡ് ആയിട്ടുള്ള നോൺ പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ്സിനെയൊക്കെ നമുക്ക് 100 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ബിലോ 100 ഡിഗ്രി അതല്ലെങ്കിൽ 212 degree Fahrenheit നമുക്ക് ട്രീറ്റ് ചെയ്തതിന് ശേഷം ക്യാൻ എലിമിനേറ്റ് പതോജൻസ് ആൻഡ് ദസ് വി ക്യാൻ എക്സ്റ്റെൻഡ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ്. Heating liquid foods to around 100 degrees Celsius is employed to destroy heat-liable spoilage organisms such as non-spore forming bacteria, yeast and mold. അപ്പോൾ നോൺ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ബാക്ടീരിയനെ ഈസ്റ്റിനെയൊക്കെ കില്ല് ചെയ്യാനും ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്പോയിലേജ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനും ഒക്കെ ഈ ടെമ്പറേച്ചർ അറൗണ്ട് 100 degree ഇനഫാണ്. The process was named after French scientist Louis Pasteur, whose research in 1880s demonstrated that thermal processing would inactivate unwanted microorganisms in wine. അതായത് വൈൻ ഈസ്റ്റ് എന്ന് പറയുന്നത് സക്കറോമസസ് സെറേസിയ അതല്ലാതെയുള്ള മൈക്രോബ്സിൻ്റെയൊക്കെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊരു മെത്തേഡാണ് തെർമൽ പ്രോസസ്സിങ് ഓഫ് വൈന്. അപ്പം അതുകൊണ്ട് ആ പേരിൽ നിന്നാണ് ലൂയിസ് പാസ്റ്റർ എന്നുള്ള പേരിൽ നിന്നാണ് പാസ്ചറൈസേഷൻ ഈ ടെക്നിക്കിന് ഈ മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കിന് പേര് വന്നത്. ഇനിഷ്യലി ദ ടാർഗറ്റ് ഓർഗാനിസം വാസ് ദ ബാക്ടീരിയം ദാറ്റ് കോസ്ഡ് ട്യൂബർക്കുലോസിസ്, മൈക്കോബാക്ടീരിയം ബോവിസ് അല്ലെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ട്യൂബർക്കുലോസിസ് ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ആയിരുന്നു ഇതിൻ്റെ ടാർഗറ്റ് ഓർഗാനിസം. അതായത് പാസ്ചറൈസേഷൻ നടത്തിയിട്ട് അതിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളല്ലേ ടാർഗറ്റ് ഓർഗാനിസമായിട്ട് കണ്ടിരുന്നത് ഈ ട്യൂബർക്കുലോസിസ് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഡെത്ത് ആയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. ലേറ്റർ ഇൻ 1950s ഇത് ക്യൂ ഫീവർ കോസ് ചെയ്യുന്ന കോക്സില ബർണറ്റീനെ കില്ല് ചെയ്യുന്ന ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മോർ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ട്യൂബർക്കുലോസിസ് ഓർഗാനിസത്തിനെക്കാട്ടിൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ഈ റോ മിൽക്കിലൊക്കെ കാണുന്ന കോക്സില ബർണറ്റി വിച്ച് കോസസ് ക്യൂ ഫീവർ. അതായി ടാർഗറ്റ്. വാട്ട് ആർ ദ മെയിൻ പർപ്പസ് ഓഫ് പാസ്ചറൈസേഷൻ ഫോർ ഡിഫറെൻറ്റ് ഫുഡ്സ്? ഈ ചാർട്ട് നോക്കിയാൽ അറിയാം. ആസിഡ് ഫുഡ്സിനും നോൺ ആസിഡ് ഫുഡ്സിനും മിൽക്കിന് അതുപോലെ തന്നെ ലിക്വിഡൊക്കെ ഐസ്ക്രീംസ് ഇതിനൊക്കെ എന്ന് പറയുന്ന ഓരോ ടെമ്പറേച്ചർ റേഞ്ചും മെയിൻ പർപ്പസ്, അതായത് ഏത് ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനാണ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനാണ് അതിനനുസരിച്ചിട്ട് ഓരോ ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷനാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കിയാൽ അറിയാം ആസിഡ് ഫുഡ്സിൽ വരുന്ന pH ബിലോ 4.5 ഫ്രൂട്ട് ജ്യൂസസിൻ്റെയൊക്കെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നോക്കിയേ ഇതിനകത്ത് വരുന്നത് pH ബിലോ 4.5 വരുന്ന ബിയറും ഉണ്ട്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ഫ്രൂട്ട് ജ്യൂസിൻ്റെ കേസിലാണ് എൻസൈം ഇനാക്ടിവേഷൻ അതുപോലെ തന്നെ പെക്റ്റിനസ്റ്റെറേസ് പോളി ക്യാരക്ടറോണൈസ് എൻസൈംസിൻ്റെയൊക്കെ എൻസൈം ഇനാക്ടിവേഷനാണ് അതിൻ്റെ മെയിൻ എയിം. ഒപ്പം തന്നെ ഈസ്റ്റിനെയും ഫംഗസിനെയൊക്കെ കില്ല് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സബ്സിഡിയറി പർപ്പസായിട്ട് സ്പോയിലേജ് മൈക്രോ ഓർഗാനിസത്തിനെ കൂടി ഡിസ്ട്രക്ഷൻ ഉണ്ട്. എന്നിരുന്നാലും മെയിൻ എയിം എന്ന് പറയുന്നത് ഇനാക്ടിവേഷൻ ഓഫ് എൻസൈംസ് ഒക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി ടെമ്പറേച്ചർ കോമ്പിനേഷൻ തന്നിരിക്കുന്നത് 65 degree Celsius 30 minutes, അതുപോലെ 77 1 minute, 88 15 seconds. ഇത് ഏതെങ്കിലും ഒരു കോമ്പിനേഷനാണ് പറഞ്ഞേക്കുന്നത്.
പിന്നെ നോക്കിക്കേ, ബിയറിനകത്തെന്ന് പറയുന്നത് മൈക്രോബ്സിനെ, സ്പോയിലേജ് മൈക്രോബ്സിനെ, അതായത് വൈൽഡ് ഈസ്റ്റും ലാക്ടോബാസിലസ് സ്പീഷീസ് ആയിട്ടുള്ള സ്പോയിലേജ് മൈക്രോ ഓർഗാനിസം ഇൻ ബിയറാണ്. അതിനെ കില്ല് ചെയ്യാനും ഒക്കെ തന്നെ റെസിഡ്യൂവൽ ആയിട്ടുള്ള ഈസ്റ്റിനെ, സക്കറമൈസസ് സ്പീഷീസിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. 2-3 കോമ്പിനേഷൻ ഉണ്ട്. 65 to 68 for 20 minutes, അതുപോലെ 72 to 75 for 1 to 4 minutes ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷനൊക്കെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കുന്ന സമയത്ത്. പിന്നെ നോക്കിയാൽ pH എബോവ് 4.5, അതാണ് മിൽക്കിനകത്ത് വന്നേക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസും കോക്സിയ ബർനെറ്റിയൊക്കെയാണ് സ്പോയിലേജ് മൈക്രോബ്സിനെ, എൻസൈംസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ 63-ൽ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 72 ഡിഗ്രിയിൽ 15 സെക്കൻഡ് നമ്മൾ HDSTയിലും LTLTയിലും നമുക്ക് പാസ്ചറൈസ് ചെയ്യാം. പിന്നെ ലിക്വിഡ് എഗ്ഗിൻ്റെ കേസിൽ പറഞ്ഞാൽ 64.4 to 2.5 മിനിറ്റ്സ് അല്ലെങ്കിൽ 60-ൽ 3.5 മിനിറ്റാണ് ലിക്വിഡ് എഗ്ഗ്. ഐസ്ക്രീമിൻ്റെ കേസിൽ 65-ൽ 30 മിനിറ്റ്സ്, 71-ൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 80-ൽ 15 സെക്കൻഡ്സ് വെച്ചിട്ട് നമുക്ക് പാസ്ചറൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കുന്നത് ടൈപ്പ് ഓഫ് പാസ്ചറൈസേഷൻ. അപ്പോൾ നമ്മൾ ഈ പാസ്ചറൈസേഷനെ സെവറൽ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഇൻ പാക്കേജ് പാസ്ചറൈസേഷൻ, നെക്സ്റ്റ് പാക്കേജ് പാസ്ചറൈസേഷൻ പ്രയർ ടു പാക്കേജിങ്, തേർഡ് വണ്ണാണ് ബാച്ച് പാസ്ചറൈസേഷൻ കണ്ടിന്യൂ. അപ്പോൾ ബ്രോഡ്ലി നമുക്കിതിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻ പാക്കേജ് പാസ്ചറൈസേഷൻ എന്താണെന്ന് നോക്കാം. പാസ്ചറൈസേഷൻ ഓഫ് പാക്കേജ്ഡ് ഫുഡ്സ്, അതായത് പാക്ക് ചെയ്ത ഫുഡ്സിനെ ഗ്ലാസ് കണ്ടെയ്നേഴ്സിലോ മെറ്റൽ കണ്ടെയ്നേഴ്സിലോ ഒക്കെ പാക്ക് ചെയ്ത, എസ്പെഷ്യലി ഫ്രൂട്ട് ജ്യൂസസും ബിയേഴ്സിനും ഒക്കെയാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പാസ്ചറൈസ് ചെയ്യുന്ന ടെക്നിക്കിൽ നോക്കിയേ, ഇത് വെൻ ദ കണ്ടെയ്നർ ഈസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ജനറലി ഹോട്ട് വാട്ടർ പ്രോസസ്സിംഗ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് the damage due to thermal shock. After processing, the container is cooled to 40 degrees Celsius, which also facilitates evaporation of the surface water. The minimum external corrosion is metal container or cap and accelerated settling of adhesive used in labels. അതായത് ഈ മെറ്റൽ കണ്ടെയ്നേഴ്സിൻ്റെയൊക്കെ കേസസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 40 ഡിഗ്രിയിൽ, അതായത് ഇപ്പം പാസ്ചറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം 40 ഡിഗ്രിയിലോട്ട് കൂൾ ചെയ്യുമ്പോൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ തെർമൽ ഷോക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് പെട്ടെന്ന് 4 ഡിഗ്രിയിലോ ബിലോ 10 ഡിഗ്രിയിലോട്ടോ കൂൾ ചെയ്യുമ്പോൾ തെർമൽ ഷോക്ക് ഉണ്ടായിട്ട് ഗ്ലാസ് കണ്ടെയ്നേഴ്സിന് ഡാമേജ് വരാം. അപ്പോൾ തന്നെ ഈ 40 ഡിഗ്രിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇവാപ്പറേഷൻ ഓഫ് സർഫസ് വാട്ടർ, അതുപോലെ തന്നെ മിനിമൈസസ് ദ എക്സ്റ്റേണൽ കൊറോഷൻ ഓഫ് മെറ്റൽ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ക്യാപ്പ്. ഈ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൻ്റെ മെറ്റൽ ക്യാപ്പിനകത്തുള്ള കൊറോഷൻ ഒഴിവാക്കാനും ഒക്കെ കഴിയും. അപ്പോൾ അതുപോലെ തന്നെയാണ് ലേബലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ആ അഡ്ഹസീവ് ഒക്കെ സെറ്റ് ആകാനും ഒക്കെ ഈ 40 ഡിഗ്രിയിലോട്ട് കൂൾ ചെയ്യുന്നത് ഇനഫാണ്. പിന്നെ നോക്കിക്കേ, ഹോട്ട് വാട്ടർ പാസ്ചറൈസേഷൻസ് മേ ബി ബാച്ച് ഓർ കണ്ടിന്യൂസ് ഇൻ ഓപ്പറേഷൻ. ബാച്ചായിട്ടോ കണ്ടിന്യൂസ് ആയിട്ടോ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻ പാക്കേജ് പ്രൊഡക്ട്സിൻ്റെ പാസ്ചറൈസേഷൻ നടത്താൻ പറ്റും. ദ സിംപ്ലസ്റ്റ് ബാച്ച് എക്യുപ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ വാട്ടർ ബാത്ത് ഇൻ വിച്ച് ക്രേറ്റ്സ് ഓഫ് പാക്കേജ്ഡ് ഫുഡ്സ് ആർ heated to a preset temperature and held for required length of time. അതായത് നമ്മൾ ഈ പ്രഷർ കുക്കർ പോലെ അങ്ങനെയുള്ള റിട്ടോർട്ടിനകത്തോട്ട് ക്രേറ്റ്സിൽ ഫുഡിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളതിനെ ക്ലോസ് ചെയ്ത് പാസ്ചറൈസ് ചെയ്യുന്നു. അതല്ല എങ്കിൽ ഇത് കണ്ടിന്യൂസ് മെത്തേഡിലും ചെയ്യാം. അത് ഈ കണ്ടിന്യൂസ് മെത്തേഡിലാണെങ്കിൽ ഇത് കൺവെയർ ബെൽറ്റിൽ കൂടെ പോയി അടുത്ത ഒരു സെക്ഷൻ, കൂളിംഗ് സെക്ഷനിലോട്ട് പോകുകയാണ് ചെയ്യുന്നത്. കൂളിങ്ങിൻ്റെ സമയത്ത് കോൾഡ് വാട്ടർ ഈസ് ദെൻ പമ്പ്ഡ് ടു കൂൾ ദ പ്രൊഡക്റ്റ്. കണ്ടിന്യൂസ് വാഷിനും ഇതിന് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആണ് വാട്ടർ ബാത്ത് പാസ്ചറൈസേഷൻ. ഇപ്പോൾ അസിഡിക് പ്രൊഡക്ട്സിന് നമുക്ക് പാസ്ചറൈസേഷൻ 100 അല്ലെങ്കിൽ ബിലോ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ ബാത്ത് എന്ന് പറയുന്നത് നമുക്ക് അതിനുള്ള ടാങ്ക് എന്ന് പറയുന്നത് ഒന്ന് റെക്റ്റാങ്കുലർ സ്റ്റീൽ ടാങ്ക്, അതല്ലെങ്കിൽ 1 മീറ്റർ ഡയമീറ്റർ വേർട്ടിക്കൽ റിട്ടോർട്ട് ക്യാൻ ബി യൂസ്ഡ് എസ് വാട്ടർ ബാത്ത് ടാങ്ക്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ക്യാൻ ബി പാക്ഡ് ഇൻ ക്രേറ്റ്സ് ഓർ റാക്സ് ആൻഡ് ഇമേഴ്സ്ഡ് ഇൻ ദ വാട്ടർ ബാത്ത്. അപ്പോൾ ഈ വാട്ടർ ബാത്തിൽ ഈ ക്രേറ്റ്സിലോ റാക്കിലോ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇമേഴ്സ് ചെയ്യാം വാട്ടർ ബാത്തിൽ. അതിനുശേഷം കൂളിംഗ് ഉണ്ട്. പാസ്ചറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം സെയിം ടാങ്കിൽ ചെയ്യാം. അതല്ല എങ്കിൽ ഈ റാക്സ് അല്ലെങ്കിൽ ക്രേറ്റ്സ് മൂവ് ചെയ്ത് അടുത്ത ഒരു കൂളിംഗ് ടാങ്കിലോട്ട് മൂവ് ചെയ്യാം. ഹീറ്റിങ്ങും കൂളിങ്ങും ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ സ്റ്റെപ്സ്. അതല്ലെങ്കിൽ സെയിം ടാങ്കിൽ അതല്ലെങ്കിൽ കൂളിംഗ് ടാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടും നമുക്ക് ഈ പാസ്ചറൈസേഷൻ കഴിഞ്ഞിട്ടുള്ള കൂളിംഗ് ചെയ്യാൻ പറ്റും. Continuous steam or water spray pasteurization. Here it is mainly used for beer and acidic food products. അതായത് ഫ്രൂട്ട് ജ്യൂസിനും ബിയറിനും ഒക്കെയാണ് ചെയ്യുന്നത്. In this type of unit, the bottles or cans are conveyed through a pasteurizer by a continuous belt. നമ്മൾ ഈ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് ഓവൻ ബെൽറ്റിൽ കൂടെ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൂട്ടിയിട്ട് തന്നെ ഈ ബോട്ടിൽസ് അല്ലെങ്കിൽ ക്യാൻസ് അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റിൽ കൂടെ പാസ്ചറൈസറിലോട്ട് മൂവ് ചെയ്യുന്നു.
It's a common practice to have as many as 6 different temperature zones or sections through the pasteurization to obtain maximum efficiency. അതായത് ഫസ്റ്റ് പ്രീ ഹീറ്റ്, സെക്കൻഡ് പ്രീ ഹീറ്റ്, പാസ്ചറൈസിങ് സോൺ, പ്രീ കൂളിംഗ്, കൂളിംഗ് ആൻഡ് ഫൈനൽ കൂളിംഗ് സോൺ, ഇങ്ങനെ 6 സോണായിട്ടാണ് നമ്മുടെ ഈ വാട്ടർ സ്പ്രേ പാസ്ചറൈസർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്റ്റീം അല്ലെങ്കിൽ കണ്ടിന്യൂസ് വാട്ടർ സ്പ്രേ പാസ്ചറൈസർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷനാണ് ഉള്ളത്. ഇവിടെയെന്ന് പറയുന്ന ഗ്ലാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ടണൽ പാസ്ചറൈസർ എക്സാമ്പിളാണ് നോക്കി അറിയാം. ഫസ്റ്റ് പ്രീ ഹീറ്റർ, സെക്കൻഡ് പ്രീ ഹീറ്റർ, പാസ്ചറൈസേഷൻ ചേമ്പർ, പ്രീ കൂളിംഗ്, കൂളിംഗ് ആൻഡ് റിൻസിങ് അല്ലെങ്കിൽ ഫൈനൽ വാഷിംഗ് സോൺ, ഇങ്ങനെയൊക്കെയാണ് ഇതുള്ളത്. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഷുഡ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു എക്സസീവ് തെർമൽ ഷോക്ക്. അതായത് ഗ്ലാസ് കണ്ടെയ്നേഴ്സൊക്കെ നമുക്കറിയാം 80 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്തത് പെട്ടെന്ന് റാപ്പിഡായിട്ട് ബിലോ 10 ഡിഗ്രിയിലോട്ട് കൂൾ ചെയ്യുമ്പോൾ തെർമൽ ഷോക്ക് ഉണ്ടായി കണ്ടെയ്നർ ഡാമേജ് ഉണ്ടാകും. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 40 ഡിഗ്രി, അതായത് 40 ഡിഗ്രിയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. വെൻ cooling a hot product in glass container, temperature are more critical. 10 degrees Celsius is a desirable maximum and under no condition should the temperature change exceed 20 degree. അപ്പം ആ ടെമ്പറേച്ചർ തെർമൽ ഷോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് പറഞ്ഞിരിക്കുന്നത് 40 ഡിഗ്രി എന്ന് പറയുന്നത്. Several sections are necessary in both continuous steam and water spray pasteurizer to heat glass containers efficiently. However, metal containers may be pasteurized in the same equipment. ഇപ്പോൾ ഈ ഗ്ലാസ് കണ്ടെയ്നേഴ്സിനാണ് കുഴപ്പം, തെർമൽ ഷോക്ക് ഉണ്ടാകുന്ന കാരണം കൂൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ആ ടെമ്പറേച്ചർ ചേഞ്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ. നെക്സ്റ്റ് ഒരു ബാച്ച് പാസ്ചറൈസറാണ്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ഇതിനകത്തൊരു അജിറ്റേറ്ററും ഡബിൾ ജാക്കറ്റഡ് ഹീറ്റിംഗ് മീഡിയം ഒക്കെ, ഡബിൾ ജാക്കറ്റഡ് വോളാണ് അവിടെ ഹീറ്റിംഗ് മീഡിയം. നമുക്ക് സ്റ്റീമോ ഹോട്ട് വാട്ടറോ ഒക്കെ ഇതിനെ സർക്കുലേറ്റ് ചെയ്യും. ഒരു ബാച്ച് ടൈപ്പ് പാസ്ചറൈസർ മെത്തേഡാണ്. ഈ ബാച്ച് അല്ലെ ഹോൾഡിംഗ് പാസ്ചറൈസേഷന് ഇതിന് വേറൊരു പേരാണ് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം, LT മെത്തേഡ് എന്ന് പറയും. ദ പ്രോസസ് ഇൻവോൾവ്സ് ഹീറ്റിംഗ് ദ മിൽക്ക് ടു എ ടെമ്പറേച്ചർ ബിറ്റ്വീൻ 62.8 ആൻഡ് 65.6. നമ്മൾ ജനറലി അതിന് 63 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. ഹോൾഡിംഗ് ഇറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഫോർ 30 മിനിറ്റ്സ് ആൻഡ് റാപ്പിഡ്ലി കൂളിംഗ് ഇറ്റ് ടു ബിലോ 10 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്കും ഫില്ലിംഗ് ദ പ്രോഡക്റ്റ് ഇൻ ദ വെസൽ, heating, holding, cooling and emptying the vessel and filling it into containers and cleaning the vessel. ഇത്രയും കൂടിയാണ് ഈ ബാച്ച് പ്രോസസ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. The heating and cooling of the product is done through a metal wall. The milk is heated in open vats by using steam or ഹോട്ട് വാട്ടർ. നമ്മൾ മുമ്പേ പറഞ്ഞു ആ ക്യാൻ തന്നെ വാറ്റിനെ സറൗണ്ട് ചെയ്ത് ഡബിൾ വോൾഡ് ജാക്കറ്റാണ്, അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് ഹോട്ട് വാട്ടറോ അല്ലെങ്കിൽ സ്റ്റീമോ ഉപയോഗിച്ച് നമുക്ക് ഹീറ്റിംഗ് മീഡിയം യൂസ് ചെയ്യാൻ പറ്റും. Then the product is heated or cooled gently. Gentle agitation is done for rapid heat transfer. Pasteurizers may be of 3 types. അപ്പം പാസ്ചറൈസർ 3 ടൈപ്പ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഈ ബാച്ചല്ലേ ഹോൾഡിംഗ് പാസ്ചറൈസേഷനകത്ത് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം മെത്തേഡാണ്. 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണ് ബാച്ച് മെത്തേഡിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഇത് 3 ടൈപ്സ് ഉണ്ട് ബാച്ചിലെ ഹോൾഡിംഗ് പാസ്ചറൈസേഷൻ. ഫസ്റ്റ് വൺ വാട്ടർ ജാക്കറ്റഡ് വാറ്റ്, സെക്കൻഡ് വാട്ടർ സ്പ്രേ ടൈപ്പ്, തേർഡ് വൺ ആണ് കോയിൽ വാറ്റ് ടൈപ്പ്. വാട്ടർ ജാക്കറ്റഡിനകത്ത് നമ്മൾ പറഞ്ഞു ഡബിൾ വോൾഡ് വോളായിരിക്കും. അപ്പം അതിനകത്ത് നമ്മൾ ഡബിൾ വോൾഡിൻ്റെ ബിറ്റ്വീനായിട്ട് ആ ലൈനിങ്ങിൽ നമ്മൾ ഹോട്ട് വാട്ടറോ അല്ലെങ്കിൽ സ്റ്റീമോ കൊടുത്തിട്ട് നമ്മൾ ഹീറ്റിംഗ് മീഡിയം കൊടുക്കും. ഇതുപോലെ തന്നെ നമുക്ക് കൂളിംഗ് മീഡിയം കൊടുക്കാൻ പറ്റും. ഇത് ഔട്ടർ വോൾ ലൈനിങ്, അതായത് ഔട്ടർ വോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇൻസുലേറ്റർ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും in order to avoid heat loss. The heat exchange takes place through the wall of the inner lining. ഇപ്പോൾ ഡബിൾ പൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ പറഞ്ഞാൽ ട്രിപ്പിൾ ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഇന്നർ സർഫസിൽ നിന്ന് ഇന്നർ ആനുലാർ സ്പേസിൽ നിന്നൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഹീറ്റിംഗ് വാട്ടർ ആൻഡ് ദ മിൽക്ക് ഈസ് കെപ്റ്റ് ടു എ മിനിമം. അതായത് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മിനിമം ആയിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിംഗ് മീഡിയത്തിൻ്റെയും ഒപ്പം പ്രോഡക്റ്റിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് മിനിമം ആയിരിക്കും. യൂണിഫോം ഹീറ്റ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തൊരു അജിറ്റേറ്റർ അല്ലെങ്കിൽ പ്രൊപ്പലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസുലേറ്റർ ഉണ്ട് ഔട്ടർ കവറിൽ നിന്ന് ഹീറ്റ് ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ. പിന്നെ ഹീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇതിൻ്റെ വാറ്റിൻ്റെ കവർ ലെഫ്റ്റ് ഓപ്പൺ ആയിരിക്കും ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഓഫ് ലെവേഴ്സ്. ആൻഡ് വൈൽ ഹോൾഡിങ്, അതായത് 63 ഡിഗ്രി സെൽഷ്യസിൽ ഈച്ച് ആൻഡ് എവരി പാർട്ടിക്കിൾ 30 മിനിറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കവർ ക്ലോസ് ചെയ്തുമായിരിക്കും
വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ടൈപ്പാണ് വാട്ടർ സ്പ്രേ ടൈപ്പ്. ദ ഫിലിം ഓഫ് വാട്ടർ is sprayed from the perforated pipe over the surface of the ടാങ്ക് ഹോൾഡിംഗ് ദ അതായത് നമ്മൾ പ്രോഡക്റ്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ടാങ്കിൻ്റെ സർഫസിൽ കൂടെ പെർഫറേറ്റഡ് ട്യൂബിൽ കൂടെ ഹോട്ട് വാട്ടർ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ഫിലിം ഓഫ് വാട്ടർ ആണ് ഈ ടാങ്കിൻ്റെ സർഫസിലോട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും റാപ്പിഡ് ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും. ലാസ്റ്റ് ടൈപ്പാണ് കോയിൽ വാട്ടർ ടൈപ്പ്. ഹീറ്റിംഗ് അല്ലെ കോയിൽ മീഡിയം ഈസ് പമ്പ്ഡ് ത്രൂ ദ കോയിൽ പ്ലേസ്ഡ് ഐദർ ഈ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ പൊസിഷൻ വൈൽ ദ കോയിൽ ഈസ് ടേൺഡ് ത്രൂ ദ പ്രോഡക്റ്റ്. അതായത് ഈ പ്രോഡക്റ്റിനകത്തൂടെ തന്നെ ഈ പറയുന്ന കോയിൽഡ് പൈപ്പിൽ കൂടെ ഹീറ്റിംഗ് അല്ലെ കോയിൽ മീഡിയം പോകും. ഇതൊരു അജിറ്റേറ്ററും കാണും എങ്കിലും ഈ കോയിലിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഒരു ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. എങ്കിലും ഈ വാറ്റിനകത്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ അജിറ്റേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റോ പ്രൊഡക്റ്റ് പമ്പ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിച്ചിട്ട് ദെൻ ഹീറ്റിംഗ്, ദെൻ ഹോൾഡിംഗ് ടു ഡിസൈഡ് ടെമ്പറേച്ചർ, കൂളിംഗ്, ഇമ്മീഡിയറ്റ് കൂളിംഗ് ടു പ്രൊട്ടക്റ്റ് ക്വാളിറ്റി. അതായത് എന്തെങ്കിലും മൈക്രോബ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഗ്രോത്തും പ്രിവെൻറ്റ് ചെയ്യാനാണ് റാപ്പിഡായിട്ട് കൂൾ ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് വെൽ സ്യൂട്ടഡ് ഫോർ സ്മോൾ പ്ലാന്റ്സ്, ലോ വോളിയം പ്രൊഡക്ട്സ് ആണ്. പിന്നെ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഹാൻഡിൽ ചെയ്യാം, സിമ്പിൾ കൺട്രോളാണ്, ലോ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ലോ പ്രോസസ്സ്, ടൈം കൺസ്യൂമിങ്ങും ഒക്കെയാണ്. പിന്നെ കൺട്രോൾസ് മോസ്റ്റ്ലി മാനുവലാണ്, നമുക്ക് ഫുൾ ടൈം അറ്റൻഷനൊക്കെ വേണ്ടി വരും. പിന്നെ ഇൻഎക്സ്പെൻസീവായിട്ടുള്ളൊരു മെത്തേഡൊക്കെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും എല്ലാം കൂടി പറയുകയാണെങ്കിൽ. ആണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ, HTST എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലാഷ് പാസ്ചറൈസേഷൻ എന്ന് പറയും. ഇവിടെ എന്ന് പറയുന്നത് മിൽക്കിനെ ആയാലും ഹീറ്റ് ചെയ്യുന്നത് 72 to 76 ഡിഗ്രി ഫോർ 15 to 20 സെക്കൻഡാണ്. ഇവിടെ കോക്സീലിയ ബർണേറ്റി തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് ഓർഗാനിസം. വെജിറ്റേറ്റീവ് സെൽസിനെയും പാതോജനിക് മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് HTST പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ ഫ്ലാഷ് പാസ്ചറൈസേഷൻ. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം, അതായത് ഇവിടെ 15 to 20 സെക്കൻഡ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ആണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ UHT പാസ്ചറൈസേഷൻ. ഇവിടെ എന്ന് പറയുന്നത് 135 to 150 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് 1/2 അല്ലെങ്കിൽ 3/4 സെക്കൻഡ് മാത്രം ഹോൾഡ് ചെയ്യുകയാണ്. അതായത് അസെപ്റ്റിക് പാക്കേജിംഗ് ആണ്. അതായത് മിൽക്ക് ഹീറ്റ് ചെയ്തതിന് ശേഷം അസെപ്റ്റിക് പാക്കേജിങ്, അതായത് ഹെർമാറ്റിക് കണ്ടീഷനിൽ പ്രീ സ്റ്റെറിലൈസ്ഡ് കണ്ടീഷനിൽ നമ്മൾ കണ്ടെയ്നേഴ്സിൽ പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് പാസ്ചറൈസേഷൻ മെത്തേഡ്. ദ പ്രോഡക്റ്റ് നെവർ എക്സ്പോസ്ഡ് ഈവൻ ഫോർ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡ്യൂറിങ് ദ എൻറ്റയർ പ്രോസസ്സ്. അണ്ടർ വാക്വത്തിലും ക്ലോസ്ഡ് പാസ്ചറൈസേഷൻ മെത്തേഡിലുമാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഹീറ്റിംഗ് മിൽക്ക് ഓർ ക്രീം between 135 to 150 degrees Celsius for 1 or 2 seconds, then cooling immediately and aseptically packaged in airtight container for storage. ഇത് കംപ്ലീറ്റ്ലി വാക്വത്തിൽ ക്ലോസ്ഡ് പാസ്ചറൈസേഷൻ മെത്തേഡിലാണ്. ഈവൻ സെക്കൻഡ് പോലും ഇത് ഓപ്പൺ കണ്ടീഷനിൽ ചെയ്യുന്നത്. എൻ്റെ പ്രോസസ്സ് ഇത് ക്ലോസ്ഡ് സെക്ഷനിലാണ് ചെയ്യുന്നത്. ഓപ്പറൈസേഷൻ അല്ല അൾട്രാ പാസ്ചറൈസേഷൻ. ഇത് 150 ഡിഗ്രി സെൽഷ്യസ് ഫോർ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സ്വിറ്റ്സർലൻഡിൽ ഡെവലപ്പ് ചെയ്തൊരു ടെക്നിക്കാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ദ പ്രോസസ് ഇസ് ഫോർ വാമിംഗ് ഓഫ് മിൽക്ക്. അതായത് 50 ഡിഗ്രി സെൽഷ്യസിൽ മോസ്റ്റ് ഓഫ് ദ ഡിസോൾവ്ഡ് ഓക്സിനെയും വോളറ്റൈൽ ഓഫ് ഫ്ലേവേഴ്സിനെയൊക്കെ റിമൂവ് ചെയ്യും ബൈ വാക്വം ട്രീറ്റ്മെൻറ്റ്. അതായത് ഫോർ വാമിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രീ വാമിംഗ് എന്ന് പറയും. നമ്മൾ 50 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുന്നത്. ദ സെക്കൻഡ് പാർട്ട് ദ മിൽക്ക് ഈസ് ഫസ്റ്റ് പ്രീ ഹീറ്റഡ് ടു എബൌട്ട് 80 to 90 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഫോർ വാമിംഗ് 50, പിന്നെ പ്രീ ഹീറ്റിംഗ് 80 to 90 ഡിഗ്രി സെൽഷ്യസിൽ, ദെൻ അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ പറയുന്ന കൂട്ട് അൾട്രാ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചറായിട്ട് 150 ഫോർ ഹാഫ് അല്ലെങ്കിൽ 3/4 ഓഫ് എ സെക്കൻഡ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദിസ് ഹീറ്റിംഗ് ദ പ്രൊഡക്റ്റ് മൂവ്സ് ടു എക്സ്പാൻഷൻ ചേംബർ അറ്റ് നിയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദെയർ ബൈ ഫോഴ്സിങ് സം ഇവാപറേഷൻ ഓഫ് മോയ്സ്ചർ. The product is then moved to a cooler and then into the storage chamber. അതായത് ഈ അൾട്രാ പാസ്ചറൈസേഷനിൽ ചേർന്നൊരു എക്സ്പാൻഷൻ ചേമ്പറും കൂടിയുണ്ട്. അപ്പോൾ അണ്ടർ ഹൈ പ്രഷറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോഴേക്കും ഈ എക്സ്പാൻഷൻ ചേമ്പറിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവാപറേഷൻ ഓഫ് മോയ്സ്ചറും കൂടി നടക്കും. The advantages of vaporization: long keeping quality, removal of volatile off flavors, appreciable homogenization effect, efficient destruction of microorganism. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് മിനിമൽ ചേഞ്ചസ് ഇൻ ന്യൂട്രിറ്റീവ് വാല്യൂ ഫ്ലേവറുമാണ് ഇവിടെ ഈ അഡ്വാൻറ്റേജസ് ആയിട്ട് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് വാക്വം പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ വാക്രിയേഷൻ.
It refers to pasteurization of milk or cream under reduced pressure by direct steam. This process removes feed and other volatile off-flavors from cream and to pasteurize for ബട്ടർ മേക്കിംഗ്. അതായത് ഫീഡ് അതർ വോളറ്റൈൽ ഫ്ലേവേഴ്സും ഓഫ് ഫ്ലേവേഴ്സും ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ വാക്വം പാസ്റ്ററൈസേഷൻ അല്ലെങ്കിൽ വാക്രിയേഷൻ. ദി എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ് വാക്രിയേറ്റർ. വാക്രിയേഷനും ആ മെത്തേഡിന് എക്യുപ്മെൻറ്റിന് പറയുന്ന വാക്രിയേറ്റർ എന്നുമാണ്. ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 സ്റ്റെയിൻലെസ് സ്റ്റീൽ ചേമ്പേഴ്സ് കണക്റ്റഡ് ടു വൺ അനദർ ഫോർ സ്റ്റീം ഹീറ്റിംഗ് ആൻഡ് വാക്വം ട്രീറ്റ്മെൻറ്റ് വിത്ത് കണ്ടിന്യൂസ് പ്രോഡക്റ്റ് ഫ്ലോ. ഇതൊരു കണ്ടിന്യൂസ് മെത്തേഡായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 3 സ്റ്റെയിൻലെസ് സ്റ്റീൽ ചേമ്പേഴ്സാണ് കണക്ട് ചെയ്തേക്കുന്നത്. Product in the form of droplet enters the first chamber of the vacuator where pasteurization. First chamber നമുക്ക് pasteurization നടക്കുവാണ്. 5 inches of mercury ആണ് which maintains a temperature of 90 to 95 degrees Celsius. While steam is fed from top, it falls by gravity to the bottom. അതായത് ഈ സ്റ്റീമും ഒപ്പം തന്നെ പ്രോഡക്റ്റും കൂടെ അണ്ടർ ഗ്രാവിറ്റിയിൽ ചേമ്പറിൻ്റെ ഡൗണിലോട്ട് മൂവ് ചെയ്യുന്നു. ആ സമയത്ത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് സീരീസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സെക്കൻഡ് ചേമ്പറിലോട്ടിൻ്റെ ടോപ്പിലോട്ട് ഈ ഫസ്റ്റ് ചേമ്പറിലെ പ്രോഡക്റ്റിനെയും പ്ലസ് സ്റ്റീമിങ്ങിനെയും കൂടെ, അതായത് നമ്മൾ ഹീറ്റിംഗ് മീഡിയമായിട്ട് കൊടുക്കുന്ന സ്റ്റീമിനെയും കൂടി ഫസ്റ്റ് ചേമ്പറിൽ നിന്നും സെക്കൻഡ് ചേമ്പറിൻ്റെ ടോപ്പിലോട്ട് അത് ഫെഡ് ചെയ്യുന്നു. The temperature of second chamber is maintained at 71 to 82 degree. നമ്മൾ 90-95 ആയിരുന്നു ഫസ്റ്റ് ചേമ്പറിലെങ്കിൽ സെക്കൻഡ് ചേമ്പർ 71 to 82 degree അണ്ടർ എ വാക്വം ഓഫ് 15 to 20 inch of mercury. A portion of the steam previously added is removed and product moves down the chamber. അപ്പോൾ സെക്കൻഡ് ചേമ്പറിൽ നിന്നും കുറച്ച് സ്റ്റീമിനെ റിമൂവ് ചെയ്തു. അതിനുശേഷം പ്രോഡക്റ്റ് ഡൗണിൽ സെക്കൻഡ് ചേമ്പറിൻ്റെ ഡൗണിലോട്ട് വരുന്നു. ഈ സമയത്തും ഓഫ് ഫ്ലേവേഴ്സ് റിമൂവലും ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഇത് അണ്ടർ വാക്വത്തിലാണ് ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അതിനുശേഷം ദ പ്രോഡക്റ്റ് ദെൻ മൂവ്സ് ഓൺ ടു ദ തേർഡ് ചേമ്പർ അറ്റ് 40 degree. തേർഡ് ചേമ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്ന 43 degree Celsiusലായിരിക്കും. അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് വാക്വം എന്ന് പറയുന്നത് 26 to 28 inches of mercury ആണ്. അപ്പം സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിച്ചിട്ട് സെക്കൻഡ് ചേമ്പറിൽ നിന്നും തേർഡ് ചേമ്പറിൻ്റെ ടോപ്പിലോട്ട് ഇതിനെ ഫെഡ് ചെയ്യുന്നു. ആൻഡ് ഹിയർ മോർ വാട്ടർ ആൻഡ് ഓഫ് ഫ്ലേവേഴ്സ് ആർ റിമൂവ്ഡ്. ഇതൊരു മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് തേർഡ് ചേമ്പറിൽ നിന്ന് പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഈ 3 ചേമ്പറിൽ കൂടെ പാസ് ചെയ്യാനും 10 seconds മാത്രമേ എടുക്കുകയുള്ളൂ. ശേഷം അത് കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഫ്ലാഷ് പാസ്റ്ററൈസേഷൻ. ഇവിടെ എന്ന് പറയുന്നത് ഫ്രൂട്ട് ജ്യൂസസും ഒക്കെ ഹീറ്റ് ചെയ്യുന്ന ഷോർട്ട് ടൈം അറ്റ് എ ടെമ്പറേച്ചർ ഹയർ ദാൻ ദ പാസ്റ്ററൈസേഷൻ ടെമ്പറേച്ചർ ഫോർ. അപ്പോൾ ഫ്ലാഷ് പാസ്റ്ററൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 degree Celsius ആണ് അതിൻ്റെ പാസ്റ്ററൈസേഷൻ, 65 ആണ് എങ്കിൽ അതിൽ നിന്ന് 5 degree Celsius എക്സസ് നമ്മൾ 1 minute ഹീറ്റ് ചെയ്യുക. പാസ്റ്ററൈസേഷൻ ടെമ്പറേച്ചറിനേക്കാളിന് 5 degree Celsius എക്സ്ട്രാ 1 minute ഹീറ്റ് ചെയ്തിട്ട് നമ്മളതിനെ കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഡീഎയറേറ്ററും കൂടി വേണം. കാരണം ഇതിനകത്തുള്ള ഡിസോൾഡ് ഓക്സിജൻ, ഫ്രഷ് ജ്യൂസൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ലോട്ട് ഓഫ് ഓക്സിജൻ കണ്ടൻറ്റ് ഉണ്ടാവും. ഡിസോൾഡ് ഓക്സിജൻ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഡീഎയറേറ്റർ കാണും. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിനിമം എന്നല്ല, ഫ്ലേവർ ലോസ് ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ റിറ്റൻഷൻ ഓഫ് വിറ്റമിൻസ്, അതായത് യൂണിഫോം ഹീറ്റിംഗ് ആയിരിക്കും. ജ്യൂസസിന് ടേസ്റ്റ് യൂണിഫോം ആയിരിക്കും, ടേസ്റ്റിൻ്റെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ എൻസൈം ഇനാക്ടിവേഷൻ മാക്സിമം ആയിരിക്കും. ഡിസ്ട്രക്ഷൻ ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം. അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫ്ലാഷ് പാസ്റ്ററൈസേഷൻ. അതായത് പാസ്റ്ററൈസേഷൻ ടെമ്പറേച്ചറിനേക്കാളും 5 degree എക്സ്ട്രാ ചെയ്യുന്നതാണ്. കൂടുതലും ഫ്രൂട്ട് ജ്യൂസസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഫ്രൂട്ട് ജ്യൂസ് ആകുമ്പോൾ നമുക്കറിയാം ആസിഡ് കണ്ടീഷൻ ഉള്ളത് കാരണം ബാക്ടീരിയക്കൊക്കെ ഗ്രോ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു 65-70 degree ബിലോ ആയിട്ട് നമ്മൾ ഇതിനെ പാസ്റ്ററൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു ഡീഎയറേറ്റർ വേണം ഫ്ലാഷ് പാസ്റ്ററൈസേഷൻ്റെ കൂടെ നിന്ന്. ഫ്രഷ്ലി എക്സ്ട്രാക്റ്റഡ് ജ്യൂസസിനകത്തുള്ള ഡിസോൾഡ് ഓക്സിജനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഫോർ പാക്കേജിങ്. കാരണം എങ്കിൽ മാത്രമേ അനേറോബിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. എയറോബിക് കണ്ടീഷനിൽ സ്പോയിലേജ് മൈക്രോബ്സ് ഒക്കെ ഗ്രോ ചെയ്യും. സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഇസ് കോൾഡ് ഡീഎയറേറ്റർ. ഡീഎയറേറ്റഡ് ജ്യൂസ് ഈസ് ദെൻ ഹീറ്റഡ് ഇൻ ഫ്ലാഷ് പാസ്റ്ററൈസേഷൻ എക്യുപ്മെൻറ്റ്. ഡീഎയറേറ്റർ ആൻഡ് ഫ്ലാഷ് പാസ്റ്ററൈസേഷൻ ഹാവ് ബീൻ യൂസ്ഡ് സക്സസ്ഫുള്ളി ഇൻ കേസ് ഓഫ് ഫ്രൂട്ട് ജ്യൂസസ് സച്ച് എസ് ടൊമാറ്റോ, പൈനാപ്പിൾ ആൻഡ് ഓറഞ്ച്. അപ്പോൾ ഡീഎയറേറ്റർ വെച്ചിട്ട് ഓക്സിജനെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഫ്ലാഷ് പാസ്റ്ററൈസേഷൻ ചെയ്യുന്നത്.